അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 4ാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത മസാൽ ഫിഖ്ഹിന്റെ വർക്ക് ബുക്കിന്റെയും 14ാമത്തെ ചാപ്റ്ററാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ഇതിൽ പറയുന്ന വിഷയം 2 ആഘോഷങ്ങളുണ്ട്. അതിൽ ഒരാഘോഷമാണ് ബലിപെരുന്നാൾ. എന്താണ് ബലിപെരുന്നാൾ? ബലിപെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? എപ്പോഴെല്ലാമാണ് തക്ബീർ ചൊല്ലേണ്ടത്? ആ സന്തോഷത്തിന്റെ ദിവസത്തിൽ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് എന്നീ വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത്. നമുക്ക് വായിക്കാം. ആദ്യമായി തക്ബീറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മസ്ജിദുകളിലും വീടുകളിലും വഴികളിലും തക്ബീർ മുഴങ്ങുന്നു. എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. അബ്ദുള്ളയും അബ്ദുറഹ്മാനും തക്ബീർ ചൊല്ലി നടന്നു. അവർ പള്ളിയിലെത്തി തഹിയ്യത്ത് നിസ്കരിച്ചു. ആളുകൾക്കൊപ്പം തക്ബീർ ചൊല്ലി. ഇമാം പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം വിശദീകരിച്ചു. ഇനിയാണ് നിസ്കാരത്തിന്റെ രൂപം പറയുന്നത്. നോക്കൂ. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോട് കൂടെ അദാ ആയി ഖിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈ കെട്ടുക. ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം അഥവാ വജ്ജഹത്തു 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. അസ്സലാത്ത ജാമിഅ, മുഅദ്ദിൻ വിളിച്ചു പറഞ്ഞു. എല്ലാവരും സഫായി നിന്നു. പെരുന്നാൾ നിസ്കാരത്തിന്റെ ഒരു നിസ്കാരത്തിന് വിളിയാണ് അസ്സലാത്ത് ജാമിഅ എന്നുള്ളത്. സലാമിന് ശേഷം ഇമാം അറബിയിൽ 2 ഖുത്ബ ഓതി. അറബി ഭാഷയിലാണ് ഖുത്ബ ഓതേണ്ടത്. ആദ്യ ഖുത്ബ തുടങ്ങുമ്പോൾ 9 പ്രാവശ്യവും 2ാം ഖുത്ബ തുടങ്ങുമ്പോൾ 7 പ്രാവശ്യവും തക്ബീർ ചൊല്ലി. ഖുത്ബക്ക് ശേഷം പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇമാം പ്രസംഗിച്ചു. മുസ്ലിങ്ങളുടെ 2 ആഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ. തക്ബീറും പെരുന്നാൾ നിസ്കാരവും ബലികർമ്മവുമാണ് ഈ ദിവസത്തിൽ പ്രധാന കർമ്മങ്ങൾ. പുരുഷൻ മസ്ജിദിൽ വന്നും സ്ത്രീകൾ വീടുകളിൽ വെച്ചും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. സൂര്യോദയം മുതൽ ളുഹർ വരെ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമാണ്. നിസ്കാരത്തിന് ഇഹ്റാം ചെയ്യുന്നതോടെ നിരുപാധിക തക്ബീറിന്റെ സമയം അവസാനിക്കും. എന്നാൽ അറഫ ദിവസം സുബ്ഹ് മുതൽ അയ്യാമുത്ത് തശ്രീഖിൽ അവസാനത്തെ അസ്ർ വരെ ഓരോ നിസ്കാരത്തിന് ശേഷവും സലാം വീട്ടി ഉടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അയ്യാമുത്ത് തശ്രീഖ് പറഞ്ഞാൽ എന്താണ്? ദുൽഹിജ്ജ 11, 12, 13 അഥവാ 2ാം പെരുന്നാൾ, 3ാം പെരുന്നാൾ, 4ാം പെരുന്നാൾ. അപ്പൊ 4ാം പെരുന്നാളിന്റെ അസർ വരെയാണ് എല്ലാ നിസ്കാരത്തിന്റെയും ശേഷമുള്ള തക്ബീർ ചൊല്ലേണ്ടത്. നല്ല ഭക്ഷണം കഴിച്ചും പുതുവസ്ത്രം ധരിച്ചും കുടുംബങ്ങളെ സന്ദർശിച്ചും നാം ഇന്ന് സന്തോഷം പങ്കിടണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് ചെയ്യണം. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണം. പാവപ്പെട്ടവരെ സഹായിക്കണം. എല്ലാ തിന്മകളും വർജിക്കണം. നല്ല കാര്യം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ശേഷം അബ്ദുള്ളയും അബ്ദുറഹ്മാൻ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബർ സിയാറത്ത് ചെയ്തു. ഈ വഴിയിലൂടെയല്ലല്ലോ നാം വന്നത്? അബ്ദുറഹ്മാൻ ചോദിച്ചു. അബ്ദുള്ള മസ്ജിദിലേക്ക് പോകുമ്പോൾ ദീർഘവഴിയിലൂടെയും മടങ്ങുമ്പോൾ എളുപ്പവഴിയിലൂടെയുമായിരിക്കൽ സുന്നത്താണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നതിനർത്ഥം അല്ലാഹു തആല ഏറ്റവും വലിയവൻ, അല്ലാഹു തആലക്കാണ് സർവസ്തുതിയും എന്നൊക്കെ ഇംഗ്ലീഷ് മീനിങ്. രൂപം എന്താ പറയാ? സ്ട്രക്ചർ വിശദീകരിച്ചു. എക്സ്പ്ലെയിൻഡ് ഓതുക. റെസിറ്റ് ആശംസകൾ വിഷസ്. പങ്കിടുക ഷെയർ. ഖബർ ഗ്രൈവ്. സിയാറത്ത് വിസിറ്റ്.
തിന്മകൾ എവിൽസ്, അകന്നു നിൽക്കുക ഗെറ്റ് എവേ, വർജിക്കുക ഗിവ് അപ്പ്, സൂര്യോദയം സൺറൈസ്, ദീർഘവഴി ദ ലോങ് വേ, എളുപ്പവഴി ദ ഈസി വേ, വിളിച്ചു പറഞ്ഞു കോൾഡ് ഔട്ട്, സഫായി നിന്നു സ്റ്റുഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, പ്രസംഗിച്ചു മേഡ് എ സ്പീച്ച്, ആഘോഷങ്ങൾ ഫെസ്റ്റ്, ബലികർമ്മം സ്ക്രൈഫൈസ്, നിരുപാധികം അൺകണ്ടീഷണലി, ദഫ്തർ തലബദവ, വർക്ക് ബുക്ക് നോക്കി തരിബാത്തിൽ നമുക്ക് വായിക്കാം വർക്ക്. ഒന്നാമത്തെ വർക്ക് നുജീബ് ഉത്തരം എഴുതാം. ചോദ്യം 1. പെരുന്നാൾ നിസ്കാരത്തിലെ ആദ്യത്തെ റക്അത്തിൽ എത്ര തക്ബീറുകൾ ചൊല്ലണം? 7 തക്ബീറുകൾ. ചോദ്യം 2. പെരുന്നാൾ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ എത്ര തക്ബീറുകൾ ചൊല്ലണം? 5 തക്ബീറുകൾ. ചോദ്യം 3. ഒന്നാമത്തെ റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോൾ? ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം. ചോദ്യം 4. രണ്ടാമത്തെ റക്അത്തിൽ തക്ബീർ ചൊല്ലേണ്ടത് എപ്പോൾ? ഫാത്തിഹയ്ക്ക് മുമ്പ്. ചോദ്യം 5. പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറയണമെന്ത്? അസ്സലാത്ത ജാമിഅ. 6. ചോദ്യം. പെരുന്നാൾ നിസ്കാരത്തിന് എത്ര ഖുതുബകളുണ്ട്? 2 ഖുതുബ. ചോദ്യം 7. പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുതുബ നിർവഹിക്കേണ്ടത് ഏതു ഭാഷയിൽ? അറബി ഭാഷയിൽ. ചോദ്യം 8. പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുതുബ നിർവഹിക്കേണ്ടത് എപ്പോൾ? സലാമിന് ശേഷം. ചോദ്യം 9. പെരുന്നാൾ ദിവസം ചൊല്ലുന്ന തക്ബീർ എഴുതുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 10. ചോദ്യം. മറ്റു നിസ്കാരങ്ങളില്ലാത്തതും പെരുന്നാൾ നിസ്കാരത്തിലുള്ളതുമായ പ്രത്യേക ദിക്റുകൾ എഴുതുക. എന്താണത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ചോദ്യം 11. പെരുന്നാൾ നിസ്കാരത്തിലെ പ്രത്യേക ദിക്റുകൾ എത്ര തവണ ചൊല്ലണം? ഉത്തരം 1 തവണ. 12. ചോദ്യം. ബലിപെരുന്നാൾ നിസ്കാരത്തിന്റെ നിയ്യത്ത് എഴുതുക. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടെ അദാ ആയി ഖിബലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്നു. ചോദ്യം 13. ഒന്നാമത്തെ ഖുത്ബ ആരംഭിക്കുമ്പോൾ എത്ര തക്ബീർ ചൊല്ലണം? 9 തക്ബീർ. ഇനി രണ്ടാമത്തെ ഒരു തഖ്സീസ് അസൈൻമെന്റ് ചെയ്യാനാണ്. 1. പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടെ അദാ ആയി ഖിബലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. രണ്ടാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് മുമ്പ് 5 തവണ തക്ബീർ ചൊല്ലുക. ശേഷം ഫാത്തിഹയും സൂറത്തും ഓതുക. ഇനി രണ്ടാമത്തത് പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഇമാം പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി വരിക. മുസ്ലിങ്ങളുടെ 2 ആഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ. തക്ബീറും പെരുന്നാൾ നിസ്കാരവും ബലികർമ്മവുമാണ് ഈ ദിവസത്തിലെ പ്രധാന കർമ്മങ്ങൾ. പുരുഷൻ മസ്ജിദിൽ വന്നും സ്ത്രീകൾ വീടുകളിൽ വെച്ചും പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണം. സൂര്യോദയം മുതൽ ളുഹർ വരെ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമാണ്. നിസ്കാരത്തിന് ഇഹ്റാം ചെയ്യുന്നതോടെ നിരുപാധിക തക്ബീറിന്റെ സമയം അവസാനിക്കും. എന്നാൽ അറഫ ദിവസം സുബഹ് മുതൽ അയ്യാമു തശ്രീഖിലെ അവസാനത്തെ അസ്ർ വരെ ഓരോ നിസ്കാരത്തിന് ശേഷവും സലാം വിട്ടുടനെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. 3. ചോദ്യം. എന്റെ വീട്ടിലെ പെരുന്നാൾ ആഘോഷം. ഞങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചും പുതുവസ്ത്രം ധരിച്ചും കുടുംബങ്ങളെ സന്ദർശിച്ചും സന്തോഷം പങ്കിടും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരെ ഖബർ സിയാറത്ത് ചെയ്യും. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കും. പാവപ്പെട്ടവരെ സഹായിക്കും. മഹാന്മാരെ ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ കുടുംബം ഒന്നിച്ച് സിയാറത്ത് പോകും. എല്ലാ തിന്മകൾ വർജിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.